ചോദിക്കാം, ശ്രീ ആൻഡ്രൂ, സർക്കാർ പ്രതിരോധത്തിലാണോ? സർക്കാരൊന്നും പ്രതിരോധത്തിലല്ല. എന്താ സംഭവം? ഈ ഇന്നലെ വരെ ഇദ്ദേഹം ആരുടെ MLA? ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ MLA ആണ്. പാലക്കാടിൻ്റെ MLA കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ഷാഫി പറമ്പിൽ അവിടെ കൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി MLA ആക്കി കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ എന്താ സംഭവം? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA-നെ അവരെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യാൻ എന്താ പറയുക, അയ്യോ രാഹുൽ മാങ്കുളത്തിൽ ഒടിച്ചോടുവോ, രാഹുൽ മാങ്കുളത്ത് അങ്ങോട്ട് പോവോ, രാഹുൽ മാങ്കുളത്ത് കേരളത്തിലുള്ള ആളല്ലേ, അദ്ദേഹം രാഷ്ട്രീയ പൊതുപ്രവർത്തകനല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അതൊരു വലിയ ആയുധമാക്കാൻ വേണ്ടി ഇരുന്ന കോൺഗ്രസ്സിന് കിട്ടിയ അടിയാണ് ഈ അറസ്റ്റില്ലായ്മ എന്ന് കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് കാരണം എന്നറിയോ? ഇന്നലെ വരെ നിങ്ങൾ രാഹുൽ മാങ്കുളത്തിനെ പുറത്താക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കിത് പറയാൻ അധികാരം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ പുറത്താക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് പുറത്താക്കാതിരുന്നത്? നിങ്ങളെ കൈവിടാതിരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് കൈവിടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം, അതിനാണല്ലോ സസ്പെൻഡ് ചെയ്തത്. തിരിച്ചെടുക്കാൻ പാത്രമാണ് സസ്പെൻഡ് ചെയ്തത്, ഡിസ്മിസ് അല്ലല്ലോ ചെയ്തത്. സസ്പെൻഡ് ചെയ്ത് കൂടെ നിർത്തുകയാണ്. സസ്പെൻഡ് ചെയ്ത് കൂടെ നിർത്തിയ ഏക പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിൽ വേണേൽ പറയാം. മനസ്സിലായില്ലേ? സാധാരണ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുക ചെയ്യുക. ഇതങ്ങനെയല്ല. തീരുമാനം അനുസരിച്ചാണോ പോലീസ് നീങ്ങുന്നത്? അങ്ങനെ ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു MLA ആണെന്നേ, കോൺഗ്രസിൻ്റെ ഒരു MLA ആണെന്നേ. കാരണം അദ്ദേഹം കേരളത്തിലെ 19,000 70,000 60,000 വോട്ടും കണ്ട് ജയിച്ചല്ലേ, 60,000 ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കേരളത്തിലെ ഒരു MLA ആണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാന്യതയും മര്യാദയും പോലീസ് കാണിക്കണം എന്നുള്ള അഭിപ്രായം. ഇത്രയും ദിവസം നടത്തിയത് നമ്മളെ പറ്റിയാണോ? തെരച്ചിൽ നടത്തിയത് അപ്പൊ ശരിക്കും തെരഞ്ഞില്ലേ? അല്ല, തെരയേണ്ട കാര്യം ഉണ്ടെന്നല്ല. ഞാൻ എങ്ങോട്ടാണ് രാഹുൽ മാങ്കുളത്തിൽ പോകുന്നത്? ഇത് തെളിവ് നശിപ്പിക്കാനില്ലാന്ന്. എന്തുകൊണ്ട് ഇതെന്ത് തെളിവ് അതിനെ നശിപ്പിക്കാനുള്ളത്? ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് എന്തെങ്കിലും തെളിവ് നശിപ്പിക്കാനുണ്ടോ? ഇദ്ദേഹത്തെ ഗർഭചിത്രം നടത്തിയതിന് തെളിവ് നശിപ്പിക്കാനുണ്ടോ? അങ്ങനെയൊന്നും തെളിവ് നശിപ്പിക്കാനില്ല. സാധാരണ എന്തിനാണ് മുൻകൂർ ജാമ്യം തള്ളുകയും ഈ ആൾക്കാരെ മുൻകൂർ ജാമ്യത്തിന് മുമ്പേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹം നിരവധി തെളിവുകൾ നശിപ്പിക്കാനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, തിരക്കൂട്ടാ, നമ്മളിവിടെ തന്നെ ഉണ്ട്. അല്ല, ആയിക്കോട്ടെ. അപ്പം ഇതെന്താ സംഭവം? ഇത് ഒന്നാമത്തെ കാര്യം എന്താണ് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ഇതാണ് നടത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കുളത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പോലീസ് എന്താ രണ്ടാമത്തെ പരാതി കിട്ടി, രണ്ടാമത്തെ പരാതിയോടെ കൊണ്ട് കൊടുത്തു. അതോടെ അവസാനിച്ചു. ഇതെങ്ങോട്ടും പോകാനില്ല. ഇത് എവിടെ മാക്സിമം പോവുക? നാളെയോ മറ്റന്നാളോ, മാക്സിമം തിങ്കളാഴ്ച വരെ. അതിന് അപ്പുറത്തേക്ക് പരാതി അപൂർവമാണ്, കോടതി അത് പരിഗണിച്ചിട്ടില്ല. അല്ല, അതേ പറഞ്ഞത്, ഹൈക്കോടതിയിലും ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ വരികയല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? കേരള പോലീസിൽ ഒരു FIR ഞാൻ പറയുന്നത് എന്താ, കേരളത്തിൽ പാലക്കാട് അദ്ദേഹം ഇലക്ഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ നടന്നതും ചെയ്തതും മുഴുവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അണികളുമാണ്. ഒരു ഡൗട്ടോ കാര്യത്തിനകത്ത് വേണ്ട. ആ സമയത്ത് അവിടെ രാഹുൽ മാങ്കുളത്ത് പോയി അറസ്റ്റ് ചെയ്തിട്ട് വേണ്ട കാര്യമില്ല, അവിടെ ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വിചാരിക്കുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA ഈ കോൺഗ്രസിൻ്റെ MLA ആയതുകൊണ്ട് ഒളിച്ചോടി നിന്നേ. ഞാൻ വിചാരിക്കുന്നത് CPM-ൻ്റെ MLA BJP-ക്ക് ഒരു MLA ഉണ്ടെങ്കിൽ അതുപോലും ഒളിച്ചോടുകയും വിചാരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത്രയധികം ആർജവത്തോടുകൂടി കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു കേസ് വന്നപ്പോൾ ഒളിച്ചോടുന്ന ആരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒളിച്ചോടി. അതാണ് അയാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തെ വിൽ പവർ എന്ന് പറയുന്നത്. എടോ പിണറായി വിജയ എന്നൊക്കെ പറഞ്ഞ് വിൽ പവർ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ അറിയോ, ഈ 2024 ഡിസംബറിന് ശേഷം ഈ രാഹുൽ മാങ്കുളത്തിൽ വലിയ രീതിയിൽ മോശമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ 2024 മുൻപ് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്ത് വ്യാജ ID കാർഡ് കേസുകളും മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ജനങ്ങളെയും രാഷ്ട്രീയക്കാരെയും പേടിയുണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? 2024 ഡിസംബറിന് ശേഷം ഈ പറയുന്ന അദ്ദേഹത്തെ പാലക്കാട് ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ജയിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു. ഞാനെന്തോ വലിയ ആളാണ്, കേരളത്തിലെ വ്യാജ ID കാർഡൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന എല്ലാം നുണകളാണ്, ഈ കേരളം ആരും ഒന്നും വിശ്വസിക്കുന്നില്ല എന്നൊരു ഭയങ്കര തലക്കരം കയറിയിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നത് ഞാനത് ശ്രദ്ധിക്കുക. 2024 ഡിസംബർ 11 DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിൽ മറവിൽ നടക്കുന്ന അനാശാസ്യം തുടങ്ങി അവിടെ. അടുത്ത ഡിസംബർ 39 വേറെ വല്ല പണിക്ക് പോവാ വിജയ. 24 ജനുവരി ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയോ? ജനുവരി 9 പിണറായി വിജയൻ അയാൾക്ക് വിജയൻ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. മാർച്ച് ആയപ്പോൾ എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ തന്തയ്ക്ക് പുറക്കാത്ത മകളാണ് പത്മജ വേണുഗോപാൽ. ഞാൻ പറയുന്നത് അദ്ദേഹം അയാൾ അതിനുശേഷം നോക്കി 2000 ഓഗസ്റ്റ് ആയപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മരുമകനാണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമാന്തര രാജ്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. മെയ് ആയപ്പോൾ ഏത് വാഴയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷം 2023 ഡിസംബറിന് ശേഷം ഉണ്ടല്ലോ, ജനുവരി ശേഷം ഉണ്ടല്ലോ, ഇയാൾ ചെയ്യുന്നത് മുഴുവൻ പ്രവർത്തിക്കുന്നത് തലക്കനം കൂടി. എന്തുകൊണ്ടായി തലക്കനം വന്നതെന്ന് പറയുമോ? എല്ലാ അറ്റാക്കുകളെയും സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ്. പണ്ട് ആ റീൽ സംഘം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ റീൽ സംഘം എന്ന് പറഞ്ഞ ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ തണ്ടേരത്തിൻ്റെ പുറത്താണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇവർ തന്നെയാണ് ഇത് പിണറായി വിജയൻ പറഞ്ഞതാണ്, ഇവർ തന്നെയാണ് രാഹുൽ മാങ്കുളത്തെ സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് ഞാൻ പറയാം.
എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അല്ല, നമ്മുടെ ഊഹത്തിൽ പറയുന്ന കാര്യങ്ങളല്ലേ നമ്മുടെ മുന്നിലേക്ക് വന്ന തെളിവുകളാണ്. ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് കോൺഗ്രസിന് ഇന്നേക്ക് നേരത്തോട് നേരമായിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് പോലീസ് നീങ്ങിയെന്നാണോ അങ്ങ് പറഞ്ഞത്? പ്രതിരോധത്തിലല്ല എന്ന് അങ്ങ് പറയുന്നതിന്റെ അത് ആ പോയിന്റ് ഒന്ന് അങ്ങ് അല്ല. ഞാനത് പറയാം എന്തിനാണെന്നേ. ഞാൻ പറയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെ കോൺഗ്രസിന്റെ ഒരു MLA ഒളിവിൽ പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ട പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ്. ഇന്നലെയാണ് MLA അല്ലാതായത്. ഇന്നലെയാണ് പുറത്താക്കിയത്. എന്തുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA പിടിച്ച് പോലീസിന് കൊടുക്കണമായിരുന്നു? അതാണ് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു MLA ഒളിവിൽ പോയാൽ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. അല്ലാന്ന് എന്താ പറയുന്നത്? ഇന്നലെ വരെ സംരക്ഷിച്ച കോൺഗ്രസിന്. ഒരു കാര്യം പറയാം. ഇന്നലെ വരെ സംരക്ഷിച്ച കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒളിവിൽ പോയതിനും സംരക്ഷണം ഒതുക്കിയതിനും ഉത്തരവാദിത്തം പറയുന്നത് കോൺഗ്രസ് ആണ്. ഇന്നലെ വരെ പിടിച്ചോളൂന്ന് എന്തിനാ തിരക്കൂട്ടുന്നത്? എവിടെയും പോയില്ല. അതാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കേണ്ട പാർട്ടിയുടെ പേര് കോൺഗ്രസ്. ഈ നിലവിളി ശബ്ദം ഇട്ട് കരയുന്ന സമയത്ത് അത് മനസ്സിലാക്കേണ്ടിയിരുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. നിയമസഭാ ഇലക്ഷൻ വരെയാണ്, പഞ്ചായത്ത് ഇലക്ഷൻ വരെയാണ്, 3 ദിവസം അപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോഴും ഇന്നലെ വരെ സംരക്ഷിച്ച് എന്തിനാണെന്നുള്ള മറുപടിയല്ലേ കോൺഗ്രസ് പറയേണ്ടത്? നമ്മൾ അത്രയും ദിവസം അതാണ് ചർച്ച ചെയ്തോണ്ടിരുന്നത്. പുറത്താക്കി കഴിഞ്ഞാൽ ഈ കൊടും ക്രിമിനൽ എന്നും ലൈംഗിക വൈകൃതക്കാരൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ആ വ്യക്തിയെ ആഭ്യന്തരമന്ത്രിയാണല്ലോ. ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെയാണ് ഏറ്റവും മോശം വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി അപമാനിച്ച് പോസ്റ്റ് ആൾക്കാർക്കെതിരെയൊക്കെ വളരെ വേഗം വൈരാഗ്യമൊക്കെ കോൺഗ്രസിന്റെ ഒരു MLA കേരളത്തിലെ മുഖ്യമന്ത്രിയെ വാഴ എന്ന് വിളിച്ചിട്ട് കമാനോരേഷനം മിണ്ടാത്ത കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് വലിയ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല കറക്റ്റ്. ഞാൻ എന്താ പറയുന്നത്? ഇന്നലെ വരെ സംരക്ഷിച്ച കോൺഗ്രസിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പറയുന്ന ഒളിവിൽ പോയതും സംരക്ഷിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കോളൂ. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയില്ല ഇന്നലെ വരെ, അല്ലെങ്കിൽ മെനഞ്ഞാന്ന് വരെ. ശരി, അപ്പോ പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാമോ? പാടില്ലല്ലോ. ഒളിവിൽ കഴിഞ്ഞതിനെ കോൺഗ്രസ് അയച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യൂ, അവരെ പിടിക്കൂ. ഒരു ഡ്രൈവറും അദ്ദേഹത്തിന്റെ ഒരു PAയും അറസ്റ്റിലാണ്. എന്താ പിടിക്കാത്ത? പിടിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ കൊണ്ടുപോയില്ലേ? പാലക്കാട് ജനമധ്യത്തിൽ നിന്ന് രായ്ക്ക് രാമാനം ഒരാൾ മുങ്ങിയിട്ട് ദിവസം 9ആയി. എവിടെ പോയി പോലീസ്? എന്ത് പോലീസ്? അല്ല ജിമ്മി സാറേ, പരാതി വന്ന അന്ന് നിങ്ങൾ പരാതി വന്ന് ഇത് ലൈംഗിക കേസാണെന്നും 1, 2, 3 കേസല്ല എന്നും നിരവധി പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞ നേതാവിൻ്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം, ഇദ്ദേഹം ഈ പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന നേതാക്കന്മാരുടെ പേര് വനിതാ നേതാക്കന്മാരെന്നാണ് കോൺഗ്രസിലെ. ആ നേതാക്കന്മാർ പറഞ്ഞിട്ട് ഇവരെ സംരക്ഷിച്ചിട്ട് നിർത്തിക്കൊണ്ടുന്ന ടീമില്ലേ, ആ ടീമാണ് ഇതിന് മറുപടി പറയേണ്ടത്. കേരളത്തിലെ പോലീസിനെ ഞാൻ വലിയ സംഭവം പറയുന്നില്ല. പക്ഷെ എന്താണ്, കേരളത്തിലെ പോലീസ് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു MLA കാണിക്കേണ്ട മര്യാദ കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാ? അത് ഒരു പ്രതിപക്ഷ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നത് വരെ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്തില്ലേ? ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണോ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനനുസരിച്ചാണ് പോലീസ് നീങ്ങുക? അങ്ങനെയാണ്. എന്താ പറയുന്നത്? കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നും പോലീസ് ബഹുമാനിക്കേണ്ടത്? നമ്മളിവിടെ ഒരു ക്രിമിനലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ക്രിമിനലിനെയാണ് ഇന്നലെ വരെ സംരക്ഷിച്ചത് അല്ലേ? ഇന്നലെ വരെ സംരക്ഷിച്ചത് നാല് വാർഡും അതിർത്തിയിൽ SIT വിന്യസിച്ചു എന്ന് പറഞ്ഞ ജനങ്ങളെ പറ്റിക്കിയത് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നു. അതാണ് പറയുന്നത്.
ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ നേതാവിന്റെ പേര് സണ്ണി ജോസഫ് എന്നാണ്. ആ തീരുമാനം വന്നത് ഇന്നലെ ജാമ്യം തള്ളിയപ്പോഴാണ്. അതുവരെ ഈ പ്രൊഡക്ടറായ ഈ പീഡനവീരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ഇനി നടപടി എടുക്കേണ്ട സർക്കാരാണ്. ആ സർക്കാർ ഇപ്പോൾ എന്താണ് ചെയ്തതാണ് ചോദ്യം. കോൺഗ്രസിന് ഇന്നലെ വരെ ഇല്ലാത്ത ഇലക്ഷൻ ഇനി 2 ദിവസം കൂടെ വേണ്ടാന്ന് വെച്ചോളൂന്ന്. ഇന്നലെ വരെ എന്താണ് കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെയും കോൺഗ്രസ് അണികളെയും സാധാരണക്കാരെ മെമ്പറായി മത്സരിക്കുന്ന ആരുടെയെങ്കിലും ഒരു വികാരം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വരെ സംരക്ഷിക്കായിരുന്നോ? അവരെ സംരക്ഷണം എന്തുകൊണ്ടാണ് ഈ റീൽ സംഘത്തിന് വേണ്ടിയിട്ട് സംരക്ഷിച്ച് ഇനി 2 ദിവസം അപ്പുറം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്, 2 ദിവസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. ഇതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ പറ്റുന്നത്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നേ പുറത്താക്കിയിട്ട് സ്വർണ്ണക്കൊള്ളയാണ് കേസ് എന്ന് പറയേണ്ട പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആയിരുന്നില്ലേ? സ്വർണ്ണക്കൊള്ളയ്ക്ക് ചർച്ച ചെയ്യാൻ ആളെ വിടാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലേ ഞങ്ങൾ ഉള്ളൂ എന്ന് പറയുകയും ചെയ്ത നിലപാട് അതിനർത്ഥം ഈ രൂപത്തിൽ അല്ല. ഇനി ഇന്നോട്ട് വിടേണ്ട കാര്യമില്ലെന്നാണ് അവർ പറയുന്നത്. ഇന്നലെ വരെ വന്നിരുന്നു. തീരുമാനമാണ്. ഞാൻ പറയുന്നത് എന്താണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്താണ്? ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് അണികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് ചോദ്യം ചെയ്ത് ACC തുടങ്ങി, പ്രതിപക്ഷ നേതാവ് തുടങ്ങി, മുൻ പ്രതിപക്ഷ നേതാവ് തുടങ്ങി, ഇവിടുത്തെ വനിതാ നേതാക്കന്മാര് മുഴുവൻ പറഞ്ഞിട്ടും എന്താണ് ഉചിതമായ തീരുമാന സമയം വരാൻ വേണ്ടി അങ്ങനെയാണ് ഈ പഴയ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ വാർത്തയിലേക്ക് ഇതൊക്കെ കൊണ്ടാണ് പോലീസ് പിടിക്കാതിരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് കേരള പോലീസ് പിടിക്കാതിരുന്നത്. കേരള പോലീസ് പ്രതിപക്ഷ പാർട്ടിക്ക് ബഹുമാനമൊന്നും കൊടുക്കണ്ട. ഒരു മിനിറ്റ്, സിമ്പിളായ ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു MLA ഒരു പീഡന കേസിൽ പെട്ടു, 2 പീഡന കേസിൽ പെട്ടു, 3ാമത്തെ പീഡന കേസ് ഉണ്ടോയെന്ന് അറിയില്ല, കുറേ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള MLA ഇവർ ഇത്രയും നാളും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പോസ്റ്റിലിരുന്ന ആളാണല്ലോ, ആണല്ലേ? അദ്ദേഹം ഈ 2-3 കൊല്ലം കൊണ്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണെന്ന് മുഴുവൻ. ഇതെന്താണ്? ക്രിമിനൽ സ്വഭാവമുള്ള പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവിടെയുള്ളത്. അവരിത് സംരക്ഷിച്ചിട്ട് ഈ അവസാന നിമിഷം വരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം മുന്നേ വരെ ഇന്നലെ വരെ സംരക്ഷിച്ച് ഇന്നലെ കോടതി ജാമ്യം തള്ളിയപ്പോൾ മാത്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ഒരു സെക്കൻഡ് ഇന്നലെ വരെ സംരക്ഷിച്ചതെന്ന് പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ഇന്നലെ രാത്രി ജാമ്യം തള്ളിയതിനു ശേഷം കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. പോലീസിന്റെ പെട്രോൾ നിറഞ്ഞു സുള്ളിയെ പോയി, ബാംഗ്ലൂർ പോയി, തമിഴ്നാട്ടിൽ പോയി. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇന്നലെ കർണാടകയിൽ പോയി, അവിടുത്തെ ഇവരെ സഹായിനെ അറസ്റ്റ് ചെയ്തു, ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. കോൺഗ്രസ് പുറത്താക്കി, കോൺഗ്രസിനോടുള്ള ബഹുമാനം കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞത്. പുറത്താക്കി കഴിഞ്ഞ ആളോട് പിന്നെയും ബഹുമാനം എന്തിനാ വെക്കുന്നത്? പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം കർണാടക എന്ന് പറഞ്ഞ എവിടെ സംരക്ഷണം? ഏത് നേതാവ് എവിടെ സംരക്ഷണം? തിരക്കില്ല എന്നാണ് പ്രശ്നം. ഇനി തിരക്കില്ല എന്നിടത്താണ് രാഷ്ട്രീയം സംശയിക്കുന്നത്. നമുക്ക് Meet the editors.